ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെയധികം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മളെ അമ്മ താരസംഘടന, അതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇപ്പോൾ ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഈ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടന ആണെങ്കിൽ പോലും ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും ഇല്ല. പിന്നെ അതല്ലാതെ ഒരു ഭാഗം വളരെയധികം മോശമായ രീതിയിൽ ഒരുപാട് ഇപ്പം ഉന്നത ഇതിൽ അറിയപ്പെടുന്ന നടന്മാരെ കുറിച്ചാണെങ്കിലും രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിഷയങ്ങൾ. അവരെ ഇതിലേക്ക് അഭിനയിക്കാൻ വരുന്ന ഒരുപാട് പേരെ ലൈംഗികമായി പീഡിപ്പിച്ചു, ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം ഇങ്ങനെ അതൊക്കെ ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് ഇപ്പം പുറത്തേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, മാനസിക സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൽ തീർച്ചയായിട്ടും ഈ മീഡിയ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരി, എന്താണ് ഈ പുറത്തേക്ക് വരുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ജനം. കുറേ പേര് ഇതിൻ്റെ തെറ്റായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുന്നു. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ സാർ? എന്താണ്? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു വളരെ കാലികമായിട്ട് പത്രത്തിലും എല്ലാ മീഡിയ ഇതിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരു മെയിൻ ഏരിയ തന്നെ ഇതിനു വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അത് വായിക്കാനും തന്നെ നമ്മൾ വായിക്കുന്ന നമുക്കും തന്നെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് വായിക്കുകയാണ്. ഭയങ്കര ഒരു ത്രില്ലാണ്. അത് തന്നെയാണ് മീഡിയാസിൻ്റെ ആവശ്യം. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമുക്കൊരു ഒരു പ്രൊഫഷണൽ സൈക്യാട്രി എന്നുള്ളവർക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില ആശയങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞ സംഘടന താരങ്ങളായിട്ട് വന്നിട്ടുള്ള അവർക്കുള്ള ഒരു സംഘടനയാണ്. അതൊരു വല്ല ഗവൺമെൻറ് അസോസിയേഷനോ അങ്ങനെയൊന്നുമല്ല. അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ചില ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അത് കുറേ കാലങ്ങളായിട്ട് ഉടലെടുത്ത ഒരു അസോസിയേഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ച് കാലങ്ങൾ എന്തായാലും ഉണ്ട്. അതിന് തലപ്പത്തിരിക്കുന്ന ഓഫ് കോഴ്സ് ഏത് തരത്തിലും മാർക്കറ്റിങ്ങിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകൾ ആ പൊസിഷൻസ് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില റീച്ചിലേക്കൊക്കെ എസ്പെഷ്യലി ഗവൺമെൻറ് തലത്തിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ ചില സ്വാധീനമുള്ള വ്യക്തിത്വങ്ങൾ ചില കഴിവുള്ള ആളുകൾക്ക് തന്നെ കഴിയുള്ളൂ എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയല്ല നമ്മൾ പറയുന്നത്. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. പക്ഷേ ഓൾറെഡി അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് തരത്തിലാണെങ്കിലും മറ്റു തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും കിട്ടണമെങ്കിലും അവർ വല്ല ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും പ്രപ്പോസ് ചെയ്യണമെങ്കിലൊക്കെ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ പുതിയൊരാളൊരു പുതുമുഖം പോയിക്കാണ്ട് ചിലപ്പോൾ അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള തലപ്പത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ചില സംസാരിക്കാനുള്ള കഴിവുള്ള ആളുകൾ എന്തെങ്കിലും മേഖലയിൽ ഒരു പുണ്യമുള്ള ആളുകളായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, അഭിനയിക്കാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണല്ലോ ഇപ്പോൾ ഈ സംഘടനയിൽ ഇന്നാണെങ്കിലും മുമ്പാണെങ്കിലും ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഭിനയം തെളിയിച്ചൊരു വ്യക്തിക്ക് തന്നെ ആയിരിക്കും ഇതിൽ മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു അസോസിയേഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ രണ്ട് തരത്തിൽ പ്ലസ്സും പോസിറ്റീവും ഒക്കെ എപ്പോഴും ഉണ്ടാകും. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഏതൊരു അസോസിയേഷനിലും ഏതൊരു സംഘടനയിലും വളരെ അടുത്തറിഞ്ഞ് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലതൊന്നും അത് വലിയ പ്രശ്നങ്ങളാക്കാതെ അങ്ങ് ഒതുക്കി കൂട്ടി പോകുന്നതായിരിക്കും പതിവ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അതിൽ നമ്മൾ മ്യൂച്വലി നമ്മൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ തെറ്റുകയും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എൻ്റെ മനസ്സതിന് വ്യത്യസ്തമായി ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ എടുത്ത് പറയുകയും ഒക്കെയൊക്കെ പറയുന്നത്. എനിക്ക് തീരെ മനസ്സിലാകാത്തൊരു പ്രതിഭാസം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് വീണ്ടും എടുത്ത് പറയുമ്പോൾ അതിലൊരു സുഖം തോന്നുന്നില്ല. കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ വ്യക്തിത്വങ്ങൾക്കും നമ്മൾ സ്കൂളിൽ പഠിച്ചവർക്കും 10-30 വർഷം മുമ്പ് സംഭവിച്ചതും അന്നൊരാൾക്ക് പ്രേമലേഖനം കൊടുത്തതും അന്ന് ഞാൻ എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞു അന്നത്തെ ഒരു പ്രായത്തിൻ്റെ തുളുപ്പിൽ ചിലപ്പോൾ സംസാരിച്ചൊരു കാര്യം ഇന്ന് ഞാൻ അതിൽ നിന്നൊക്കെ മാറി നല്ലൊരു മനുഷ്യനായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് എന്നിട്ട് എന്നെ ഇപ്പോഴും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം? വീണ്ടും ചിലപ്പോൾ എന്നെ അത്തരം പ്രവൃത്തികളിലേക്ക് അത് പ്രലോഭിപ്പിക്കുക ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് കൊടുക്കരുത്. കാരണം അത് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റിൽ വരികയാണെങ്കിൽ ഓക്കെ, ആ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റിൽ നമ്മൾ റിഫ്ലക്ഷൻ എന്താണെങ്കിലും നമ്മൾ പറയും. ഇപ്പോൾ ഞാനൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം പ്രപ്പോസ് ചെയ്തു, ആ പ്രപ്പോസ് ചെയ്ത കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആൾ റിയാക്ട് ചെയ്തു, ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ തമ്മിൽ വിഷമങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് പിന്നെയും നമ്മൾ ആ സൗഹൃദ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ അത് മെയിൻ്റനൻസിലോ പോയിക്കൊണ്ടിരിക്കുന്നതിന് പകരം നല്ലൊരു സുഹൃത്തുക്കളായൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാനൊന്നുമില്ല, എന്തെങ്കിലും ഒരു സാഹചര്യം ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ അതിന് ഞാനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ വളരെ സൈക്യാട്രിസ്റ്റുകളൊക്കെ പറയാറുണ്ട് ഈ സൂയിസൈഡിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഈ സൂയിസൈഡിൻ്റെ ആക്റ്റുകൾ കാണിച്ചതും മറ്റതും വല്ലാതെ വിവരിക്കാൻ
ഞങ്ങൾ മീഡിയ മാർഗ്ഗങ്ങളും അല്ലാതെ ഉപയോഗപ്പെടുത്താറില്ല. ബിക്കോസ് അത് കണ്ടിട്ട് അതേ ടെൻഡൻസിയുള്ള ആളുകൾ അതിനനുസരിച്ച് അതേപോലെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊരു റോൾ മോഡലാക്കി എടുക്കുകയും ചിലപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവസരമുള്ളതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ കടം പറഞ്ഞിട്ട് അത് കാരണമാണ് സൂസൈഡ് ചെയ്തതെന്ന് പറയുമ്പോൾ അതേ കടം അല്ലെങ്കിൽ അതിലധികം കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഇതന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകയും അല്ലെങ്കിൽ അതേ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതൊരു റോൾ മോഡലാക്കി എടുക്കുക, അത് ചിലപ്പോൾ അത് ചെയ്യാൻ ഒരു പ്രവണത ട്രിഗറിങ് ഉണ്ടായേക്കാം. അതുപോലെ ഇത്തരം കാര്യങ്ങൾ ഒരാൾ വിളിച്ച് പറയുമ്പോൾ അപ്പോൾ കുറേ ആളുകൾ വിളിച്ച് പറയാനുണ്ടാവും. അപ്പോൾ അത് ഒരു കാരിയർ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ മൊത്തത്തിൽ അത് ജനറലൈസ് ചെയ്ത് പറയുകയും അതിനെ മൊത്തം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ ഉണ്ടാവാം, ഇതൊക്കെ എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്, നമ്മളറിയാത്ത മേഖലയിലൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇത് ദൈവം സൃഷ്ടിച്ചതന്നെ അങ്ങനെയാണ്. നമ്മളെ ഒരു ആദം ഹവ ഇതിൽ ആ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവിടുന്ന് ചില പാപങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും പാപങ്ങൾ അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് പശ്ചാത്താപിക്കാനുള്ള അവസരങ്ങളൊക്കെ ഏത് റിലീജിയനിലും കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ അറിയാം, ഇപ്പോൾ നിയമവശങ്ങൾ തന്നെ അറിയാം, അഡൽട്ട്ഹുഡിലെത്തി കഴിഞ്ഞ ആൾക്കാർക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, നിങ്ങളൊരു അഡൽട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാം, എവിടെ പോകാം. മുമ്പത്തെ പോലെ അതൊന്നും ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കൊരു ID കാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്രകാരം മുന്നോട്ട് അച്ഛൻ അമ്മ പറഞ്ഞവരെ നിരസിച്ചിട്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നമുക്കതിനുള്ള പക്വത എത്തി നമ്മളെ സ്വയം തീരുമാനം എടുക്കാനുള്ള ഒരു പ്രായമായി എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കൺട്രോൾ ഇല്ല എന്നുള്ള വേണം. നിങ്ങളെ വളർത്തിയെടുത്ത രക്ഷിതാക്കൾക്കടക്കം അതിൽ പിന്നെ ഒരു കൺട്രോൾ ഇല്ല. പിന്നെ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ മുമ്പ് തന്നെ അങ്ങനെയാണ്. 10-15 വയസ്സായി കഴിഞ്ഞാൽ അവരെ ബേസിക് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് വിടുകയാണ്. അവരായി, അവരുടെ പാടായി, അവരുടെ ലൈഫ്. നമ്മളെപ്പോലെ കുട്ടികളെ വളർത്തി അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അവർക്ക് വാഹനം വാങ്ങിക്കൊടുക്കുക, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നൊരു പ്രവണത അവിടെ ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് കുറച്ചൊക്കെ ഒന്ന് മാറണം. കാരണം ഒരാൾ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറേ അത്തരം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ അറിയോ, നല്ല മനസ്സുകൾ കുറേ ഇതിലുണ്ടാവും. ഈ നല്ല മനസ്സുകൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൂടി പിന്നെ ഒക്കെ ചെയ്യാതാവും. ഇപ്പോൾ ഈ താരസംഘടനയെ സംബന്ധിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറേ പാവപ്പെട്ട ആളുകൾ, മുൻകാലത്ത് ചെറിയ രംഗങ്ങളിലൊക്കെ അഭിനയിച്ച് ഇതിൽ മെമ്പർഷിപ്പുള്ള ആളുകളും അവർക്ക് പെൻഷന്മാർ സംഖ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതിനൊക്കെ വലിയ വലിയ നടന്മാരും ഒക്കെ ആയിരിക്കും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുന്ന കുറേ കുടുംബങ്ങളൊക്കെ ഉണ്ടാകും. അവർക്കടക്കം ഇപ്പോൾ ഇതൊരു ഒരു ഒരു പ്രശ്നമായി മാറുകയാണ്, തടസ്സമായി മാറുകയാണ്. അവരിപ്പോൾ ഇതിൽ പ്രതികരിക്കുന്നില്ല, അവർക്ക് റോളൊന്നുമില്ല. അപ്പോൾ അതുപോലെ മറ്റൊന്ന് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വരാനൊരു ചാൻസ് എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഉയരാൻ പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്ന് വെച്ചാൽ മാർക്കറ്റിൽ വാല്യൂ എന്താണ്, നമ്മളെ മാർക്കറ്റിനെ പറ്റി നമ്മളൊന്ന് സ്റ്റഡി ചെയ്യണം. മാർക്കറ്റിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു പടം എടുക്കണമെങ്കിൽ, ഒരു സിനിമ എടുക്കണമെങ്കിൽ ചില വ്യക്തിത്വങ്ങളുടെ അഭിനയം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നല്ല ഹ്യൂജ് എമൗണ്ട് അടക്കണം. ആ ഹ്യൂജ് എമൗണ്ട് തിയേറ്ററിൽ വിജയിച്ചില്ലെങ്കിലും മറ്റുള്ള ഫീൽഡിലൊക്കെ വല്ല സൈറ്റിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അടക്കം അതിന് പൈസ കിട്ടി ആ പൈസ പ്രൊഡ്യൂസർക്ക് മുതലാവണമെന്നുണ്ടെങ്കിൽ ചില വ്യക്തിത്വങ്ങൾ കിട്ടി അവർക്ക് അത്രയും പൈസ കൊടുത്തിട്ട് എടുക്കുന്നതാണ്. അതുപോലെ നമ്മൾ ചില പുതുമുഖങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ചിലത് വിജയിക്കുന്നുണ്ട്, പക്ഷെ ചിലത് വിജയിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ചിലത് മുൻപന്തിയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻപന്തിയിലേക്ക് വന്നേ പറ്റൂ, എന്നാലേ അവർക്ക് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പല ഗവൺമെൻറ് അസോസിയേഷനായിട്ട് ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മറ്റത് ആ ഒരു മൈൻഡ് ചെയ്യത്തില്ല. ആ ഒരു പ്രവണതയിലേക്ക് നമ്മളെ കൾച്ചറിൽ അതിലേക്ക് ആയിട്ടില്ല. അപ്പോൾ അത് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷെ അതൊക്കെ നമ്മളെ ഇമാജിനേഷനിൽ നമ്മൾ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തോന്നുന്നൊരവസ്ഥയാണ്. ഇപ്പം ഞാനൊരു കാർ എടുക്കുമ്പോൾ, ഒരു മാരുതി കാർ എടുക്കുമ്പോൾ എനിക്ക് അതിലെല്ലാ ഫെസിലിറ്റി ഉണ്ട്. അതിൽ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇപ്പോഴത്തെ വണ്ടികളിൽ. പിന്നെ എന്തിന് ഞാൻ വലിയൊരു ബെൻസ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു ക്ലെയിം ഉദ്ദേശിക്കുമ്പോൾ എനിക്കതിന് ഉത്തരം പെട്ടെന്ന് പറയാനില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആ കംഫർട്ട് സോണ് ഞാനത് ടേസ്റ്റ് ചെയ്താണ് ഞാൻ മാരുതി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടിലും കുറച്ചുകൂടി എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്ന് എൻ്റെ പവറിനനുസരിച്ച് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനിപ്പോൾ തെറ്റ് ഞാൻ അധ്വാനിച്ചിട്ട് കിട്ടുന്നതന്നെയല്ലേ. അപ്പോൾ അതിന് നമ്മൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരു വേർഷനാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ എതിർക്കാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. അത് നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്നും പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഒരാൾക്കാർ ചെയ്യുന്ന നല്ല കർമ്മം കൂടി ഇല്ലാതാക്കരുത് എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. കാരണം എത്രയോ ആളുകൾ അത് വെച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിസം കളിയൊന്നും കളിക്കരുത്. പിന്നെ പലപ്പോഴും ഇങ്ങനെ ചിന്തകൾ വരാനുള്ള ഒരു കാരണം, ചില ആളുകൾ ഇപ്പോൾ ഈ കംപ്ലൈൻറ്റ് ഉദിക്കുന്നില്ല, എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം ആളുകളെങ്കിലും അവർക്ക് അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് ഉയരാൻ സാധിക്കാതെ വരികയും അവരുടെ റീച്ചിലേക്ക് എത്താൻ
പറ്റാതിരിക്കുകയും അവരുടെ ആഗ്രഹങ്ങളൊന്നും പൂർണ്ണമായി സഫലീകരിക്കാൻ സാധിക്കാതെയും വരുന്ന ആളുകൾ. എന്നാൽ മറുവശത്ത് അവർക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ ഇപ്പോഴും നല്ല ഷൈൻ ചെയ്ത് നിൽക്കുകയും നല്ല റീച്ചിലേക്ക് എത്തുകയും അവരിങ്ങനെ മാന്യന്മാരായി നടക്കുന്നു അല്ലെങ്കിൽ വല്ല ഉഷാറായി നടക്കുന്നു എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ഫ്രസ്ട്രേഷൻസ് എല്ലാം കൂടി ഉടലെടുത്തിട്ട് ഇവരങ്ങനെ പുരോഗതി മുന്നോട്ട് പോകണ്ട, ഇവരുടെയൊക്കെ തനി സ്വഭാവമായിരിക്കും അറിയാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ 10-20 കൊല്ലം മുമ്പുള്ള ഇഷ്യൂസൊക്കെ പറഞ്ഞത്. ഒരാൾ നന്നാവാൻ ശ്രമിച്ചിട്ട് 10-15 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവം ഇൻസിഡൻസ് ഇപ്പോൾ അന്നൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യം ഇപ്പോൾ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. മൊത്തത്തിൽ ആ സംഘടന നശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് പക്വതപരമായിട്ട് ചിന്തിച്ച് ഇതൊരു വിഷയമാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കണം. മീഡിയാസിനോടും പറയാനുള്ള, മീഡിയാസിന് എവിടെ എന്ത് വേണം, ഏത് വേണം, എങ്ങനെ വേണം, ഇത് പബ്ലിക്കിലേക്ക് എത്തുന്നതാണ്, സാധാരണക്കാരിലെ ആളുകളിലേക്ക് എത്തുകയാണ്. പലതും ഒന്നും അറിയാതെ എട്ടുമുട്ടും അറിയാത്ത ആളുകളായിരിക്കും ഇപ്പോൾ ഈ ന്യൂസ് വായിക്കുന്നത്. ആ ന്യൂസ് വായിക്കുമ്പോൾ അതേപടി ഒക്കെ സത്യമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് കിട്ടുന്ന ശരിക്കും നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചുകൂടി നമ്മളെ നാട് വഷളാക്കും. അതില്ലാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു പക്വതപരമായി ചിന്തിക്കുക. ഇതിലൊക്കെ പോസിറ്റീവും അതുപോലെ നെഗറ്റീവും ഒക്കെ ഉണ്ടാവും. അതെല്ലാ കാര്യത്തിലും ഉണ്ട്. ഏത് സംഘടനകളിലും അടുത്ത് നമ്മൾ പെരുമാറുമ്പോൾ നമുക്കതിൽ കുറേ പിഴകളൊക്കെ ഉള്ളതുമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അത് നമ്മൾ ടാക്ട്ഫുള്ളായിട്ട് നീങ്ങണം. എല്ലാവരും അറിയിച്ചുകൊണ്ട് എല്ലാവരെയും കൊട്ടി ഘോഷിച്ചുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ല. സർ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ സ്ത്രീകൾ എങ്ങനെ ഇതിനെ നേരിടണം എന്നാണ് സാർ പറയുന്നത്? എങ്ങനെ പ്രതികരിക്കണം എന്നാണ് പറയുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു കാര്യം, പ്രത്യേകിച്ച് ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് അപ്രോച്ച് നിങ്ങൾ ഒറ്റയടിക്ക് ചിലപ്പോൾ നോ എന്ന് പറഞ്ഞതിന് പകരം പലതരത്തിലും അതിനെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മുഖം കാണിച്ചാൽ തന്നെ ഒരു കോമൺ സെൻസ് ഉള്ള ആളാണെങ്കിൽ ഞാനത് മനസ്സിലാക്കും. ഞാനിപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു ലൈംഗിക ചോയോടുകൂടി സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളതിനെ അധിക്ഷേപിച്ച് ഒറ്റയടിക്ക് വേണ്ടാത്ത തെറികളൊന്നും വിളിക്കണമെന്നില്ല. എന്നാൽ തന്നെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയാം വേണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളെ മുഖഭാവങ്ങൾ മാറ്റിയെടുക്കാം. ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളാണെങ്കിൽ അതിൽ തന്നെ വിഡ്രോ ചെയ്യും. കാരണം ഞാൻ വിശ്വസിക്കുന്നു എന്തൊരു കാര്യം ഇങ്ങനത്തെ ഒരു ആക്ട് ചെയ്യുന്നത് വളരെ കുറച്ച് വിഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ചെയ്യണം. എന്ത് കാര്യങ്ങളാണെങ്കിലും ആ കാര്യത്തിന് ഒരു എൻജോയ്മെൻറ്റ് മ്യൂച്വലി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ അടുത്തുള്ളൊരു സപ്പോർട്ട് കൂടി, ഞാനത് പറഞ്ഞു, അത് എൻ്റെ ഭാഗമാണ്, നിങ്ങളുടെ അടുത്തുള്ള സപ്പോർട്ട് കൂടി കിട്ടിയാൽ മാത്രമേ എനിക്ക് ആ ആക്ട് ഫുൾഫില്ലായിട്ട് ശരിയായ വണ്ണം എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരു വിഭാഗം ഞാൻ പറഞ്ഞു ഒരു വിഭാഗം ഒഴിച്ചെന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സണാലിറ്റി ഡിഫക്റ്റാണ്. നമ്മളിപ്പോൾ മലയാളത്തിൽ പറഞ്ഞ ഞരമ്പ് രോഗം എന്നൊക്കെ പറയുന്ന അത്, അല്ലെങ്കിൽ ഒരു സെൽഫിഷ്, ഇപ്പോൾ നമ്മളെ കുട്ടികളെയൊക്കെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വളരെ ചെറിയ കുട്ടികൾ 8-8 അറിയാത്ത 5-6 വയസ്സായാലും പീഡിപ്പിച്ച് കൊന്നു എന്നൊക്കെ പറയുന്നില്ല. അതിലെന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് സുഖമാണ് കിട്ടുന്നത്? ആ കുട്ടീനെ പെയിൻഫുൾ ആക്കിയിട്ട് അതിന് കൊന്നിട്ട് ആ കുട്ടിക്കാണിച്ച് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളെ ഒരു ലൈംഗിക, അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി വൈകല്യമായിട്ട് നമ്മൾ കണക്കാക്കണം. അല്ലാത്ത കാര്യത്തിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് അതെടുത്ത് പറയാം ആ സമയത്ത് നിങ്ങളൊന്നും പ്രതികരിച്ചില്ല, പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയാം അയാളിങ്ങനെ ആയിരുന്നു, ഇയാളിങ്ങനെയായിരുന്നു, എന്നോട് ഇങ്ങനെ പെരുമാറിയിരുന്നു, അന്ന് മോശമായി പെരുമാറിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എടുത്ത് കൊട്ടിഘോഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. അതിന് പിന്നീട് അവസരം കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ സ്റ്റിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ ഞാൻ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പല തരത്തിൽ ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ലീഗൽ വശങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് നീങ്ങണം. അതൊക്കെ വ്യക്തിപരമായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമുണ്ട്, എൻ്റെ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ എന്നോട് വ്യക്തിപരമായിട്ട് നിങ്ങൾ സംസാരിക്കണം, ഇനി ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്കതിന് താല്പര്യമില്ല, അത് നിർത്തണം. അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ട ആളുകളെടുത്തോ അല്ലെങ്കിൽ അതിന് ലീഗൽ വശങ്ങളോ അന്വേഷിച്ച് സംസാരിക്കണം. നമ്മൾ പബ്ലിക് മീഡിയാസിലേക്ക് ഇത്തരം കൊടുക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളൊന്നും ഇവാലുവേറ്റ് ചെയ്യാനൊന്നും അവർ നിൽക്കില്ല. അപ്പോൾ അതിനെ മുകളിൽ കെട്ടിപ്പിടിച്ച് അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് മൊത്തത്തിൽ ആളുകളെ ബാധിക്കും. അതിലേക്ക് എത്തിക്കരുത്. തീർച്ചയായും. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ എല്ലാം കൂടുതൽ ജനങ്ങളിലേക്ക് അത് വളരെയധികം എന്താ പറയുക, കൂടുതൽ കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇല്ലാത്തതും ഉള്ളതും എല്ലാം ചേർത്തുകൊണ്ട് അത് എത്തുമ്പോൾ ഇതിൻ്റെ ഇടയിൽ മീഡിയാസിൻ്റെ ഒരു വളരെയധികം എന്താ പറയുക ഇടപെടലും ഒക്കെ ഉണ്ടാകും. ഇതിലേത് ശരി ഏത് തെറ്റ് എന്നറിയാത്തൊരവസ്ഥയിൽ ജനങ്ങൾ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായും
തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുമാതിരി തന്നെ ഇത് നമ്മൾ പ്രതികരിക്കുന്ന ഒരു രീതി അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പം നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.